ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബട്ടൂരേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദയിൽ നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുത്താലേ നമുക്ക് നല്ല ബട്ടൂരിയായിട്ട് വരുള്ളൂ. എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്യാണ് കേട്ടോ. അത് ഈ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തും എത്തിയാലല്ലേ നല്ല സോഫ്റ്റ് ആവാനും പിന്നെ പൊങ്ങാനും ഒക്കെ പറ്റുക. അതുകൊണ്ട് തന്നെ എല്ലായിടയിലേക്കും ആക്കിയതിന് ശേഷം പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അങ്ങനെ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈരും അതേപോലെ നമ്മൾ ഒന്നിച്ച് ഒഴിച്ചിട്ട് കുഴക്കുകയല്ല, കുറേശ്ശെ ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ 1/2 കപ്പ് ഇളം ചൂട് പാലാണെങ്കിലും കുഴപ്പമില്ല, ഇളം ചൂട് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഞാൻ പാൽ കൊണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വെള്ളം കൊണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നിപ്പോൾ പാലില്ല, അതുകൊണ്ട് ഞാൻ ഇളം ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ചൂടുവെള്ളം എടുത്തിട്ട് അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ആദ്യം കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ പറ്റി പിടിക്കും. പിന്നെ കുഴച്ചിട്ട് പിന്നെ കുറച്ച് നന്നായിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ലീവില്ലാത്ത ദിവസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നേരത്തെ തലേ ദിവസം കുഴച്ച് വെക്കാറുണ്ട്. പിന്നെ എന്തായാലും 2 മണിക്കൂർ നിർബന്ധമായിട്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ അവിടെ കുഴച്ച് വെച്ച് ബാക്കി എൻ്റെ പണികളൊക്കെ തീർന്ന് വന്നപ്പോഴേക്കും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കൂടി നല്ലോണം കുഴച്ചിട്ട് ചപ്പാത്തീൻ്റെ പലകേൻ്റെ മുകളിൽ വെച്ച് പരത്തിയെടുക്കുകയാണ്. വല്ലാണ്ട് തിന്നായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഭയങ്കര കട്ടിയാവരുത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം. പിന്നെ ഇത് ചപ്പാത്തി പോലെ നല്ല റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പ് പോലെയാണ്. ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആൾ ചിലപ്പോൾ തെറ്റിയിട്ട് എന്താ പറയുക, അവരോട് തെറ്റിപ്പോയതായിരിക്കും തോന്നുന്നത്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഈ ബട്ടൂരൻ്റെ ഷേപ്പ് പറയുമ്പോൾ ഓവൽ അത്ര റൗണ്ട് ഷേപ്പ് അല്ലാതെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ ചീൻചട്ടി ചെറുതായതുകൊണ്ട് ഞാൻ ചെറിയ ബട്ടൂരയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള റെസിപ്പി ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളാം, ഞാൻ പുറത്തുനിന്നൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ നല്ല നന്നാവുകയും ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചോല ബട്ടൂര എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളക്കടല ഉണ്ടല്ലോ, അതിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ കറി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അടുത്ത റെസിപ്പിയിൽ പറയാം. അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഒന്നിച്ചാകുമ്പോൾ ഒരു ലോങ് വീഡിയോ ആയി പോകുമല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. എൻ്റെ മോനും അനിയത്തീൻ്റെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ മോള് വരുമ്പം തന്നെ പറയും, വല്യമ്മ എനിക്ക് ബട്ടൂര ഉണ്ടാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുത്താണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.